നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ ഓക്കെ നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് നോക്കാം. ഇന്നത്തെ ഞാൻ ഇന്നലെ എടുക്കാൻ എന്നാണ് മറന്നുപോയി ആക്ച്വലി. ഓക്കെ, ലെറ്റേഴ്സ് എടുക്കാം ആൻഡ് സിറ്റുവേഷൻ നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് അവര് മറക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അവര് സീക്രട്ട് ഫീലിങ്സ് എന്ന് നോക്കാം. അവർക്ക് നിങ്ങളോട് സീക്രട്ട് ആയിട്ട് അവരുടെ മനസ്സിൽ എന്താണ് അവരുടെ ഫീലിങ്സ്. ഓക്കെ, അതായത് പറയുന്നതും കാണിക്കുന്നതും ഒന്നും അല്ലാതെ അവരുടെ ഉള്ളിന്റെ ഉള്ളില് ഓക്കെ ശരിക്കും അവർ സീക്രട്ട് ആയിട്ട് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ നോക്കാം. എന്താണ് അവർ ചിന്തിക്കുന്നത്? ഓക്കെ, ലെറ്റ്സ് സീ. Okay, strength. And Three of Pentacles, Five of Cups, Knight of Wands, Chariot ആയിരുന്നത്, Nine of Swords, Ace of Swords, Seven of Wands, sorry, King of Wands, Princess of Pentacles, and ഇവിടെ വേൾഡ് കാർഡാണിത്. വേൾഡ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് സെവൻ ഓഫ് പെന്റിക്കിൾസ്. വാവ്. ഓക്കെ, ഇവിടെ വെച്ചാൽ അത്ര കുഴപ്പമുണ്ടാവില്ലേ. ഓക്കെ, വേൾഡ് കാർഡാണിത്. ഓക്കെ, ഓവറോൾ എനർജി അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ്. എന്ന് മാത്രമല്ല, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പറയാൻ തോന്നുന്നത് അവർക്ക് നിങ്ങളാണ് അവരുടെ എല്ലാം. ഓക്കെ, ഒരു കുറച്ച് പൈങ്കിളി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫുൾ വേൾഡ്, ഞാനിത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈങ്കിളായി പോകും. നിങ്ങളാണ് അവരുടെ ദുനിയാവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏതോ മൂവിയിലും സിനിമയിലൊക്കെ ഉണ്ടല്ലോ. എൻ്റെ ആ ഒരു മോഡലിലൊക്കെ ആലോചിച്ച് സങ്കല്പിച്ചോളൂ. എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഇന്ന് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. കാരണം കാർഡ്സ് ചിലത് അങ്ങനെ ഉണ്ട് മാച്ച് ആയിട്ട്. അതുകൊണ്ടാണ് അവർക്ക് ശരിക്കും നിങ്ങളെ അവരൊരു വേൾഡ് ആയിട്ടാണ്, അവരുടെ ഒരു സ്വർഗം അല്ലെങ്കിൽ അവരുടെ ഒരു വേൾഡ് എന്ന രീതിക്ക് അവർ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, സോറി. എനിക്കത് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. കാരണം അവർ ഈ റിലേഷൻഷിപ്പ് ഓക്കെ അവർക്ക് അത്രത്തോളം വേണം. അവർക്ക് അതിനെ സ്ട്രെങ്ത് കൊണ്ട് അവർ എന്താ പറയുക, അവരുടെ മൈൻഡിനെ അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് അത്രയും നിങ്ങളോട് പറയണം എന്ന ആഗ്രഹമുണ്ട്. എനിക്ക് അതിനെ പക്ഷെ അവർ ഐ തിങ്ക് അവരുടെ മൈൻഡിനെ അവർ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. കാരണം അത്രത്തോളം ഫീലിങ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, അത്രത്തോളം ഡീപ്പ് ഫീലിങ്സ് അവർക്ക് സീക്രട്ട് ആയിട്ട് അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ്. ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിലും അവർക്ക് ഇത് കണ്ടോ, ഇങ്ങനെ ശരിക്കും മുന്നോട്ട് വരാൻ നിൽക്കുകയാണ്. പക്ഷെ അവർ അവനവനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ത്രീ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ചിലവർക്ക് തേർഡ് പാർട്ടി ഉണ്ടാവാം, ഞാനില്ല എന്ന് പറയില്ല. ഓക്കെ, ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം, ചാൻസ് ആണ്. കാരണം സെവൻ ഓഫ് പെന്റിക്കിൾസ്, സെവൻ ഓഫ് മോൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ യെസ്, ചെറിയൊരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. എന്തായാലും അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. കാരണം നമ്മുടെ സ്ട്രെങ്ത് ഉണ്ട്. സോ അവർ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്ക് പറയാം. ഫൈവ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. ഫൈവ് ഓഫ് കപ്സ് നമ്മൾ പറയുന്നത് ലോസിനെ കുറിച്ചാണ്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അവർക്ക് നിങ്ങളെ ഓൾറെഡി നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ ശരിക്കും വളരെയധികം ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇതിനെ നിങ്ങൾ തമ്മിൽ നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ആലോചിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചേർന്ന് മുന്നോട്ട് ഇതിനെ നല്ല രീതിക്ക് നിങ്ങൾ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം എന്നവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അവർക്കൊരു പേടിയാണ്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ ശരിക്കും കിടക്കുന്നുണ്ട്. ആൻഡ് നൈറ്റ് ഓഫ് വോൺസ് ആണ്. സോ അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നത് അവർക്ക്. ചാരിറ്റും നൈറ്റ് ഓഫ് വോൺസ് രണ്ടും മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്.
രണ്ടും ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയും, ഒന്ന് ചാരിറ്റി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് എന്ന് പറയും. അപ്പോൾ യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒക്കെ ഡിസ്റ്റന്റ് ആണെങ്കിൽ, എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ, വേൾഡ് കാർഡ് നമുക്ക് ദൂരെ ഡിസ്റ്റന്റ് എന്ന് പറയാറുണ്ട്. അതാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ എത്രയും വേഗം കാണാൻ ആഗ്രഹിച്ചിട്ട് അവർക്ക് എത്രയും വേഗം വരാം. പക്ഷെ ഇതൊക്കെ അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കാർഡ് അതാ പറഞ്ഞത്, അവരിതെല്ലാം കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവരെ മൈൻഡിൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് നല്ല ഫീലിംഗ് ഉണ്ട്, എന്നാലും മുന്നോട്ട് വരില്ല. മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ട്, മീറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീണ്ടും ഫസ്റ്റ് കാർഡ് തന്നെ പറഞ്ഞു, എന്നിട്ട് അവരതിനൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവർക്ക് അങ്ങനെ എത്രത്തോളം അവരുള്ളിൽ ഡിസയർ ഉണ്ടെങ്കിലും അവരതിനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 9 ഓഫ് സോർട്സ്, കാരണം അവരുടെ ഉള്ളിൽ ഒരുപാട് പേടികളുണ്ട്. അവരുടെ ഉള്ളിലെ അവരെ മൈൻഡിന്റെ ആണ്. ഓക്കെ, അവരെ മൈൻഡിൽ ചില ടെൻഷൻ, സ്ട്രെസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അവർക്ക്. എവിടേക്കോ ലൈക്ക് എന്താ പറയുക, പേടികൾ എന്ന് പറയുമ്പോൾ അതൊരു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ലൈക്ക് സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുമോ, അങ്ങനെ ഇങ്ങനെ ഒരു ചിന്തകളാണ്, കുറേ ചിന്തകളാണ്. അവർ അത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. രാത്രിയൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ തനിച്ചിരുന്നൊക്കെ ആലോചിക്കുമ്പോൾ അവർക്ക് അതൊരു ടെൻഷൻ ഉണ്ട്. ദാറ്റ് അവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. എന്നാലൊട്ട് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പൊ അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. 9 ഓഫ് സോർട്സ് ആണ്. ഇവിടെ ഏസ് ഓഫ് സോർട്സ് ഉണ്ട്. അവർ ഈ ടെൻഷനിൽ നിന്ന് പുറത്തു വന്ന് അവർ ആ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യത്തിന് മുന്നോട്ട് വരാൻ ഒരു സോഡ് അല്ലെ, ഇത് കുറെ എണ്ണം അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സോഡ് എടുത്തിട്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കാനായാലും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ വെട്ടിപ്പൊരുതണമെങ്കിലും അവർ റെഡി ആയിട്ട് അവർക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കാർഡ് റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ അതെടുത്ത് അവർ ഉപയോഗിക്കുന്നില്ല. അതാണ് സംഭവം. ഈ സോഡ് എടുത്ത് അവർ ഉപയോഗിക്കുന്നില്ല. അതിനെ വെച്ച് അവിടെ ഇരുന്ന് അവർ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവർ അതിന് അഗെയിൻ സെയിം തിങ്. എനിക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് കാണുമ്പോൾ. കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്, അവനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. അവർ ആക്ഷൻ എടുക്കേണ്ടവിടെ പോലും അവർ ആക്ഷൻ അവർക്ക് മനസ്സിൽ അത്രത്തോളം ഉണ്ട്. ഞാൻ പറഞ്ഞു, മെസ്സേജ് ചെയ്ത് എന്താ പറയാ, പെട്ടെന്ന് മെസ്സേജ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എല്ലാം പറയണം എന്ന് ആഗ്രഹമുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ഇവിടെ കണ്ടു, ഇത് കടിഞ്ഞാണിട്ട് ചാരിറ്റിനെ അവർ പിടിച്ചു വെക്കുന്നതാണ്. അവർ പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണം, നിങ്ങളെ കാണണം, നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണം എന്ന് പറഞ്ഞ് അവർ റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഒരു കൺഫ്യൂഷൻ കൊണ്ട് അവരെ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഇതും അത് തന്നെയാണ് പറയുന്നത്. സ്ട്രെങ്ത് കാർഡ് ആദ്യം തന്നെ എനിക്ക് ഫുൾ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. അവരെവിടെയും ചിലപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവാം. നിങ്ങളത് അറിയോ എന്നുള്ള പേടിയായിരിക്കാം. എന്തെങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അവരെ സ്വീകരിക്കോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കോ, അല്ലെങ്കിൽ അവരാ തെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. തേർഡ് പാർട്ടി വല്ലതും ഉണ്ടെങ്കിൽ മേ ബി ആ രഹസ്യം നിങ്ങൾ അറിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ജസ്റ്റ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ അവരെ മാപ്പ് കൊടുക്കോ എന്നൊക്കെയുള്ള ചെറിയ എന്തൊക്കെയോ കാര്യങ്ങൾ, അവർ തെറ്റ് ചെയ്ത കാര്യങ്ങൾ അത് അവരുടെ മനസ്സിലൊരു പേടിയായിട്ട് കിടക്കുന്നുണ്ട്. അഗെയിൻ ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ്. കമ്മ്യൂണിക്കേഷൻ വരും എന്ന് പറയാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും. ഇതൊക്കെ ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട്. യെസ്, അവർ അവനവനെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞു, ആക്ഷൻ എടുക്കുന്നില്ല. ഇതൊരു ആക്ഷൻ എടുക്കാതെ മിണ്ടാതിരുന്ന് നോക്കിയിരിക്കുന്ന ഒരു കാർഡാണ്. ആൻഡ് ഇവിടെ പ്രിൻസസ് ഓഫ് പെന്റിക്കൽസ്. അഗെയിൻ മെസ്സേജിന്റെ കാര്യമാണ് ഇത്. ഈ 3 കാർഡും പറയുന്ന മെസ്സേജിനെ കുറിച്ചാണ്. ഓക്കെ, അവര് നിങ്ങൾക്ക് മെസ്സേജ് എന്തായാലും വരും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എത്രയും വേഗം ഒരു മെസ്സേജ് വരും നിങ്ങൾക്ക്. ഓക്കെ, അതും ഒരു കമ്മിറ്റ്മെന്റിന്റെ മെസ്സേജ് ആണ്. ഓക്കെ, ഇവിടെ മണി എണ്ണുന്നുണ്ട്. ഇവിടെ ഒരു മണിയുടെ ബാഗ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ. ഓക്കെ, അവര് റെഡി ആവുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് തരാൻ അവർ റെഡി ആവുന്നുണ്ട്. മേ ബി ഫൈനാൻഷ്യലി അവർ അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. ഫാമിലിയൊക്കെ പേടിയുണ്ടാവാം, മറ്റുള്ളവരെ കമ്മ്യൂണിറ്റി പേടിയുണ്ടാവാം. ഈ കാർഡ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ചുറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, കമ്മ്യൂണിറ്റി എന്ത് പറയും, എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യോ, സ്വീകരിക്കുമോ. നിങ്ങളെ ഒരു ലവ് മാരേജ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ആണെങ്കിൽ ഓക്കെ, അവര് മറ്റുള്ളവർ നിങ്ങളെ സ്വീകരിക്കുമോ, ഫാമിലി നിങ്ങളെ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവാം. അങ്ങനെ പലതും അവരുടെ മൈൻഡിനുള്ളിൽ കിടന്നിട്ടാണ് അവർ ആക്ഷൻ എടുക്കാത്ത. അവർ ഫോൾഡ് ബാക്ക് ചെയ്യണം. അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെയാണ് അവർ സീക്രട്ട് ആയിട്ട് അവരുടെ മനസ്സിലെ പേടി. പക്ഷെ ഞാൻ പറഞ്ഞു, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട്. ആക്ഷൻ എടുക്കണം എന്നുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല. കാരണം സീക്രട്ട് ഫീലിംഗ് അവരെ അത്രയും സ്ട്രോങ് ഫീലിങ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ഫീലിങ്സ് ശരിക്കും ഈ ഒരു കാർഡ് മതി നമുക്ക്. വേൾഡ് കാർഡ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരുടെ വേൾഡ് ആണ് എന്നാണ് അവർ ആലോചിക്കുന്നത്. ഓക്കെ, പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല. അതന്നെയാണ് ഇവിടെ പ്രശ്നം. അഗെയിൻ ഇവിടെ നൈറ്റ് ഓഫ് സോർട്സും ഉണ്ട്. അവർ ആലോചിക്കും, ഇടയ്ക്കിടയ്ക്ക് അവർ ചിലപ്പോൾ പെട്ടെന്ന് വരുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ വന്ന് കുറച്ച് സംസാരിച്ച് വീണ്ടും പക്ഷെ അവർ മാറിപ്പോകുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് കാണുന്നത്. ഇതാണ് അവരുടെ പരിപാടി. അവരെ മനസ്സിലപ്പോൾ ഹൈഡ് ചെയ്യുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. സ്ട്രോങ് ഫീലിംഗ്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഏറ്റവും കൂടുതൽ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്നത്.
നിങ്ങളത് മനസ്സിലാക്കരുത് എന്ന് വെച്ചാൽ അവർ ഫുൾ മറച്ചു വെക്കുകയാണ്. അവരുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് എല്ലാം മറച്ചു വെക്കുക. പക്ഷെ പേടിയുണ്ട് അവരുടെ ഉള്ളിൽ. ആ ഒരു പേടിയാണ് അവർ മറയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡെക്ക് കൂടി നമുക്ക് നോക്കാം. എന്തെങ്കിലും ഇൻഫർമേഷൻ. ദ ഫീനിക്സ്, ഹെൽത്തി ചോയ്സസ്, engagement ring, karmic relationship, healing heart, girl talk, chaser, hammer. ഓക്കെ, ഇവിടെ എനിക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കാനാണ് തോന്നുന്നത്. ഹാമർ ഉണ്ട് ഇവിടെ. സാധാരണ നമ്മൾ ഹാമർ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ വേണം വെച്ച ഒരു കാര്യം പൊട്ടിക്കുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, കേട് വരുത്താം. പക്ഷെ ഇവിടെ നമുക്ക് അതിനെ റീബിൽഡിംഗ് ആയിട്ടും എടുക്കാം. ഓക്കെ, കാരണം ഇവിടെ പോസിറ്റീവ് കാർഡ്സ് ആണ്, പോസിറ്റീവ് സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ആക്ച്വലി അവർ വേണം വെച്ച് ശരിക്കും പറഞ്ഞാൽ അവരായിട്ട് തന്നെ ഈ സിറ്റുവേഷനെ കേടുവരുത്തിയിട്ടുണ്ട് എന്നും പറയാം. ഓക്കെ, അവർ പക്ഷെ ആ കേടുവരുത്തി കഴിഞ്ഞാൽ അവർ വീണ്ടും റീബിൽഡ് ചെയ്യണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കാര്യം സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്ന ആഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്ക് ബെറ്റർ ആക്കണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഫീനിക്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് വരും. വേൾഡ് കാർഡ് റിന്യൂവലിന്റെ കാര്യമാണ്, ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ കാര്യമാണ്. എൻഡിങ് കഴിഞ്ഞ് ന്യൂ ബിഗിനിങ് എന്ന് പറയാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന രീതിയിലൊക്കെ പറയാം. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, ഇവിടെ ചേഞ്ചസ് വരും, സിറ്റുവേഷൻ മാറാനുണ്ട്. ഓക്കെ, ഇതെല്ലാം ഇന്ന് രാത്രി പറഞ്ഞ് ഞാൻ ഇന്ന് റീഡിങ് നിങ്ങൾ കണ്ടിട്ട് നാളേക്ക് മാറും എന്ന് പറയരുത്. ഓക്കെ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവുക. ഓക്കെ, കുറച്ചുകൂടി നിങ്ങളൊക്കെ ഒരു ഐ എം ഷുവർ നിങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിപ്പോ ഈ മാറ്റങ്ങൾ വരാൻ സമയമെടുക്കും അല്ലെ. യൂണിവേഴ്സ് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഇവരുടെ മനസ്സിൽ ഈ ഒരു പേടി മാറണം. അത് മാറാനുള്ള സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവണം. അവർക്ക് ചിലപ്പോൾ പണം കുറച്ചുകൂടി കിട്ടാനുണ്ടാവാം, കോൺഫിഡൻസ് കുറച്ചുകൂടി വരാനുണ്ടാവാം, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നല്ല ഇതായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരണം. അങ്ങനെ പലതും അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാണ്ട്. ചിന്തകളൊക്കെ ഒരു ഓവർനൈറ്റ് കൊണ്ട് നമുക്ക് മാറില്ല. ഓക്കെ, അത് ഓർമ്മ വയ്ക്കാം. ഇതിന്റെ ഇടയിലൊക്കെ ഇനി അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ എനർജി ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂ ഫേസ് എന്തായാലും പക്ഷെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഗ്രോത്ത്, ചേഞ്ച് എല്ലാം വരും. ചേഞ്ച് മൈൻഡ് റിലേഷൻഷിപ്പിൽ എന്തായാലും അവരെ മനസ്സ് മാറിയിട്ട്, ഓക്കെ, അവർ കാര്യങ്ങൾ, അവർക്ക് ഈ പേടി അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരുടെ ഉള്ളിൽ ആ ഒരു പേടി കിടക്കുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി. അതിന്റെ ഒപ്പം പക്ഷേ യെസ്, വേറെ പേടികളും ഉണ്ട്, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെ ഉണ്ട്. തേർഡ് പാർട്ടിയുടെ ഇഷ്യൂസ് ഉണ്ടാവാം, ഇതെല്ലാം കിടക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതല്ലേ നമുക്ക് മെയിൻ അല്ലേ. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിലല്ലേ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കുള്ളൂ. ഹെൽത്തി ചോയ്സസ് എന്ന് പറയുന്നുണ്ട്. മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് ഇൻ ലവ് ആൻഡ് ഇൻ ലൈഫ്. അവര് ഒരു ഹെൽത്തി ചോയ്സ് എടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അവർ എന്താണ് ശരിക്കും നല്ലത് എന്നുള്ളത് അവർ മനസ്സിലാക്കി ചില തീരുമാനങ്ങൾ എടുക്കും. എൻഗേജ്മെന്റ് റിംഗ് അഗെയിൻ ഞാൻ പറഞ്ഞു, അവരൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട്. അതിനുള്ള മാറ്റങ്ങൾ അവരിൽ വരാൻ തുടങ്ങും എന്ന് പറയാം. കാർമിക് റിലേഷൻഷിപ്പ്, ഞാൻ നേരത്തെ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞു. ആ തേർഡ് പാർട്ടി ഒരു കാർമിക് ആയിരിക്കാം. ഓക്കെ, ആ കാർമിക് ആണെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പേഴ്സൺ പോയതാണെങ്കിലും അവിടെ അവർ പെട്ടിരിക്കുന്നത് കാർമിക് സിറ്റുവേഷനിലാണ്. ഓക്കെ, അതിൽ നിന്ന് അവർ പുറത്ത് വരാനുണ്ട്. ആ റിലേഷൻഷിപ്പ് എന്ന് അവർ കാർമിക് എന്ന റിലീസായിട്ട് പുറത്ത് വരാനുണ്ട്. അത് വരും എന്നാണ് പറയുന്നത് ഇവിടെ. ഓക്കെ, ലെസൺസ് കിട്ടും അവർക്ക് അവിടെ. ലെറ്റിംഗ് ഗോ ആൻഡ് ഫീലിംഗ് ട്രിഗേഴ്സ്. ഓക്കെ, അവർക്ക് അവിടെ നിന്ന് ഐ തിങ്ക് ട്രിഗേഴ്സ് കിട്ടും. അവിടെ നിന്ന് ചില ലെസൺസ് അവർക്ക് പഠിക്കാനുണ്ടാവും തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന്. ആ ട്രിഗേഴ്സ് അവർ കിട്ടിയിട്ട് ആ റിലേഷൻ അത് എൻ്റെ ആയിക്കോളും, പക്ഷെ അതിൻ്റെതായ സമയം എടുക്കുമായിരിക്കും. അഗെയിൻ ഇതാണ് ഞാൻ പറഞ്ഞ സമയത്തിന്റെ കാര്യം. ഓക്കെ, ഹീലിംഗ് ഹാർട്ട് ആക്ച്വലി നിങ്ങളുടെ കാര്യത്തിലും ആവാം, നിങ്ങളുടെ പേഴ്സണിന്റെ കാര്യത്തിലും ആവാം. അവർ ഹാർട്ട് ഹീൽ ആവാനുണ്ട്. അവർ ചിലപ്പോൾ ഈ കാർമിക് റിലേഷൻ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ടാവാൻ ചിലവർ. അപ്പോൾ അവരുടെ ഹാർട്ട് ഒന്ന് ഹീൽ ആവണം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ പേടിയും ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ചിലവർക്ക് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പാസ്റ്റ് അവരെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പാസ്റ്റ് അവർക്ക് ഇപ്പോഴും അവരുടെ മൈൻഡിൽ ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും പറയാം. നിങ്ങളുടെ ഹാർട്ട് എന്തായാലും ഹീൽ ആവും എന്നും പറയാം. നിങ്ങളുടെ സിറ്റുവേഷനിൽ ബെറ്റർ വരുന്നുണ്ട്, എന്തായാലും ഹീൽ ആവുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഹീൽ ആവും, ബെറ്റർ ആവും. ഗേൾ ടോക്ക്, ഓക്കെ, നിങ്ങൾ തൽക്കാലം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവരെക്കുറിച്ച് ഓർത്തിരിക്കേണ്ട എന്നാണ് പറയുന്നത് സിമ്പിളായിട്ട്. ചേസർ ആൻഡ് കോ ഡിപ്പെൻഡന്റ് റിലേഷൻഷിപ്പ്, ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഇഷ്യൂ. ആക്ച്വലി
നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പേടി ഉണ്ടാവാം, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവോ എന്നുള്ളൊരു പേടി കൂടി കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും, കാരണം നിങ്ങളാണ് ഇത് കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് ഐം ഷുവർ അവരെ ചേസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ചേസിങ് നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു പേടിയാണ്. എന്നെ വിട്ടു പോവോ, എന്നെക്കാളും ബെറ്റർ അവർക്ക് വേറെ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് നിങ്ങളുടെ ഉള്ളിൽ. ആ ഒരു കോ ഡിപ്പെൻഡന്റ് ആണ് നിങ്ങളായി പോകുന്നത്. അങ്ങനെ ഒരിക്കലും നല്ലതല്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കേട് വരുത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതിൽ നിന്ന് മാറാനുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ നിങ്ങളായിരിക്കും വരുത്തേണ്ടത്. നിങ്ങൾ ഈ ചേസിങ് നിർത്താം. ഞാനിത് പലതവണ ഐ തിങ്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റീഡിങ്ങിൽ വരുന്നുണ്ട്. നിങ്ങൾ ചേസിങ് നിർത്താം. ഓക്കെ, അവർ വരുമ്പോൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ഒന്ന് യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്ത് വിട്ടുകൊടുക്കൂ. ലെറ്റ് ഗോ ചെയ്യൂ. പേഴ്സൺ അങ്ങോട്ട് മെസ്സേജസ് ചെയ്യാൻ പോവാതിരിക്കുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക, ചേസ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ കാര്യം, നിങ്ങൾ ഹെൽത്തി ചോയ്സസ് നിങ്ങൾ എടുക്കാം. നിങ്ങൾ അവനവനും നല്ലത് എന്താണ് നോക്കാം. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. നിങ്ങൾക്കുള്ള അഡ്വൈസസ് ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ പക്ഷെ യെസ്, ഇതിലൊരു റിന്യൂവൽ ആണ് കാണുന്നത്. എനിക്ക് ടെൻഷനൊന്നും വേണ്ട. പക്ഷെ സമയം എടുക്കും. ആ സമയം പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അവരുടെ ഇനീഷ്യൽസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് നമുക്ക് മാച്ച് ആവുമോ നോക്കാം. കെ ഡി ക്യു ഇ എസ് യു എഫ് ജെ ഇ. ഇതിൽ കൂടെ വായിക്കാം ഞാൻ, ഒന്ന് വെക്കട്ടെ. 0738 8 രണ്ട് തവണ വന്നിട്ടുണ്ട്. 22 രണ്ട് തവണയുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ നമ്പേഴ്സ് ആയിരുന്നു ഉദ്ദേശിച്ചത്, സാറില്ല. എച്ചും എല്ലും ഉണ്ട്, 6ഉം ഉണ്ട്. ഓക്കെ, ഒരു കൂടെ വായിക്കാം. കെ ഡി ക്യു എച്ച് ഇ എസ് യു എൽ എഫ് ജെ ബി. ഓക്കെ, നമ്പർ 67038822. ഫോൺ നമ്പേഴ്സ് വല്ലതും ആണോ? ഫോൺ നമ്പർ ആവാം, നമ്പേഴ്സ് ആവാം, ഡേറ്റ് ആവാം. ഇന്ന ഈ ഡേറ്റിൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെയാവാം. 6th-നോ 7th-നോ അല്ലെങ്കിൽ ജൂണിലെന്ന് പറയാം, ജൂലൈയിലെന്ന് പറയാം, ഓഗസ്റ്റ് എന്ന് പറയാം. മാക്സിമം ഇവിടെ ഓഗസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നമ്പർ 2 രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ഉണ്ട്. 2 എന്ന് പറയുമ്പോൾ നമ്മൾ ബാലൻസ് എന്ന് പറയും. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇമോഷണൽ, നിങ്ങളുടെ ഇമോഷണൽ സൈഡ് നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. ഇമോഷണലും പ്രാക്ടിക്കലും എപ്പോഴും ഒരു ബാലൻസിൽ കൊണ്ടുവരണം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപാട് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ, ആക്ച്വലി നിങ്ങൾക്ക് ഇമോഷണൽ മാത്രമാണ്. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ കൂടി പഠിക്കുക. അത് മാത്രമാണ് മെയിൻ ആയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ റീഡിങ് ഇതാണ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ലൈഫ് കളയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, മൂവ് ഓൺ ചെയ്യാൻ, ലെറ്റ് ഗോ ചെയ്യുക. ആക്ച്വലി മൂവ് ഓൺ അല്ല, ലെറ്റ് ഗോ, സറണ്ടർ ചെയ്യുക. അതാണ് നിങ്ങൾ വേണ്ടത്. യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ഇത് എപ്പോൾ വരും, എപ്പോൾ എന്താവും എന്ന് ആലോചിച്ചിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.